നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് എല്ലാവരെയും അറിയാം. ശിവൻ ചേട്ടന്റെ മോനാ അയ്യപ്പൻ. എനിക്ക് ഇവനൊന്നും അറിയില്ല. അതെ, ആരും ഇല്ലാത്തപ്പോ കണ്ട ആണുങ്ങളെ വീട്ടിൽ വിളിച്ച് കയറ്റുന്നത് അത്ര ശരിയുള്ള കാര്യമൊന്നും അല്ല. കുഞ്ഞാറ്റയുടെ കൈ നന്നായിട്ട് വേദനിക്കുന്നുണ്ടല്ലോ. മഞ്ജു, പോയി മരുന്നെടുത്തോണ്ട് വാ. പാവം. ചെല്ലു മഞ്ജു. കുഞ്ഞാറ്റ ഇരിക്കും. അതെ, നീ എന്നെ ഇരുത്താനൊന്നും നോക്കണ്ട. അയ്യോ, ബഹുമാനം കൊണ്ട് പറഞ്ഞാണേ. ബഹുമാനം വേണം. നോക്കട്ടെ. പുതിയ സാരിയൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ. കൊള്ളാം, നല്ല കളറ്. കുഞ്ഞാറ്റയ്ക്ക് നന്നായിട്ട് ചേരും. ആണല്ലേ, എനിക്കും തോന്നി. എനിക്ക് നല്ല കളറായതുകൊണ്ടേ ഈ കളർ എനിക്ക് നന്നായി മാച്ചാവും. ഇതെന്താ? ഇതേ ആ മാളിന്ന് കിട്ടിയതാ. എന്തോ ചുരണ്ടി കളയുമ്പോഴേ സമ്മാനം കിട്ടൂന്ന്. 1 കോടി രൂപയാ. ചുമ്മാ തട്ടിപ്പാ. വെറുതെ അവിടെ വരുന്നവരുടെ എണ്ണം കൂട്ടാനുള്ള ഒരു നമ്പറാന്ന്. ഏയ്, എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്റെ മനസ്സ് പറയുന്നു കുഞ്ഞാറ്റയ്ക്ക് 1ാം സമ്മാനം അടിക്കുമെന്ന്. ഇങ്ങോട്ടിട, 1ാം സമ്മാനം പോലും. നീ പറയുന്ന കേട്ടേ വിശ്വസിക്കുന്ന ഒരുത്തിയെ ഇവിടെ കാണും. പക്ഷേ കുഞ്ഞാറ്റ അങ്ങനെയല്ല. ഇവിടെ നടക്കുന്നേക്കേ ഗിരി അറിഞ്ഞാലേ എന്താ നടക്കാൻ പോകുന്നത് നിനക്ക് അറിയാലോ. എന്തിനാ കുഞ്ഞാറ്റെ വെറുതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നേ? നീ എന്നെ അടിച്ചതൊന്നും ഞാൻ മറന്നിട്ടൊന്നും ഇല്ല. കൊറേ കാത്തിരുന്നതിന് ശേഷം എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നേ. ഇത് ഞാൻ വെറുതെ കളയണോ മോളെ? ഈ കുഞ്ഞാറ്റയോട് കളിച്ചാലേ എന്താ സംഭവിക്കുന്നെന്ന് ഞൊക്കോണിച്ചു തരാം. പോട്ടെ. ഇവരിനി എന്ത് ചെയ്യുവോ? ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അയ്യപ്പന് കുഞ്ഞാറ്റയുടെ സ്വഭാവം ശരിക്കും അറിയാഞ്ഞിട്ടാ. എനിക്ക് അവരെ നന്നായിട്ട് അറിയാം. പക്ഷേ ഞാൻ അങ്ങനെ പറയാൻ കാരണം അതല്ല. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ ആർക്കും വേർപിരിക്കാൻ കഴിയില്ല. തന്നെയും ഗിരിയേട്ടനെയും ആർക്കും പിരിക്കാൻ കഴിയില്ല. ഇതെന്റെ വാക്കാ. എന്തായാലും കാപ്പി കലക്കിയിട്ടുണ്ട്. ഇയാൾക്ക് ഇങ്ങനെ ഓരോന്നും പറഞ്ഞാൽ മതി. അനുഭവിക്കേണ്ടത് മുഴുവൻ ഞാനാ. ഇനി ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നമാണാവോ ഉണ്ടാവാൻ പോകുന്നത്? എവിടെ പോയി കിടക്ക? എന്തായി കുഞ്ഞാറ്റി പോയ കാര്യം? ബാനുമേ, ഞാൻ പോയ കാര്യം എന്തെങ്കിലും നടക്കാതിരുന്നിട്ടുണ്ടോ? നമ്മള് പ്രതീക്ഷിച്ച പോലെ തന്നെയാ കാര്യങ്ങള്. മഞ്ജുനെ അവിടെ അടുത്തുള്ള ഒരു ചെറുക്കനായിട്ട് എന്തോ ചുറ്റിക്കളിയുണ്ട്. മഞ്ജുവിന് ഇങ്ങനെ എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടാവും എനിക്ക് പണ്ടേ സംശയം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോകുന്നു മഞ്ജു ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. അതുകൊണ്ട് അവര് കളിയും ചിരിയും ഒക്കെ ആയിരുന്നു. എന്നെ കണ്ടതും ബാനുമേ അവര് ഞെട്ടിപ്പോയി. ഞാനേ അവര് ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചതാ. പക്ഷേ കഷ്ടകാലത്തിന് എന്റെ ഫോൺ താഴെ വീണുപോയി. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഗിരിയേട്ടനെ തെളിവ് സഹിതം കാണിച്ച് മഞ്ജുവിന് കൊടുക്കായിരുന്നു. എന്തിനാ ഫോട്ടോ? ഞാൻ എല്ലാം കണ്ടതല്ലേ. അതിനേക്കാളും വലിയ തെളിവ് വേണോ മോളെ? ഏതാ ചെക്കൻ? എനിക്കറിയില്ല. അതൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടായിരുന്നോ കുഞ്ഞാറ്റെ? അവന്റെ മേൽവിലാസവും ജാതകവും ഒക്കെ അന്വേഷിച്ച് നമ്മളെന്താ കല്യാണം ആലോചിക്കാൻ പോവാ? എന്തായാലും അവര് തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. അതുപോരെ. എന്റെ ബാനുമേ ഇങ്ങനെ സംശയിച്ച് നിൽക്കാതെ ഗിരിയെ വിളിച്ച് കാര്യങ്ങൾ പറയേ. അത് വേണോ?
അവൻ ശബരിമലയിൽ നിന്ന് വന്നതിന് ശേഷം നേരിട്ട് പറഞ്ഞാ പോരെ? ദാ കിടക്കണം. അപ്പോഴേക്കും ആ പയ്യനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളും അറിയാൻ പറ്റും. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പോഴേക്ക് ഈ വിഷയം എല്ലാം തണുക്കും. അതെ, ഇപ്പൊ ചൂടോട് ഗിരിയെ അറിയിച്ച അവിടെ ഒരു പൊട്ടിത്തെറി നടക്കും. അവൻ ഭക്തിയോട് ശബരിമലയ്ക്ക് പോകുമ്പോ ഭാര്യ എങ്ങനെയാ നടക്കുന്നെന്ന് എഴുതിച്ചിങ്ങ പറ. അങ്ങനെയൊന്നും വിളിച്ചു പറയാൻ എനിക്ക് പറ്റില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, ഗിരിക്ക് ഫോൺ ചെയ്ത് മാനുവും ഒരു തുടക്കേട്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു, ഞാൻ പറയാന്ന്. മോളെ, നീ പോയി എന്റെ ഫോണിങ് എടുത്തോണ്ട് വാ. പെട്ടെന്ന് പോയി എടുത്തോണ്ട് വാ മോളെ. ഇന്നൊരുക്കലൊക്കെ കലക്കണം. ഹലോ, എന്താ അമ്മേ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞങ്ങൾ ഒരു പ്രശ്നവുമില്ലാതെ ശബരിമലയിലെത്തും. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൂടെ ഉള്ളപ്പോ എന്ത് കുഴപ്പമുണ്ടാവാനാ? നീ മഞ്ജുനെ വിളിക്കാറുണ്ടോ മോനെ? ഉവ്വ്, എല്ലാ ദിവസവും വിളിക്കാറുണ്ട്. അല്ല, കുഞ്ഞാറ്റ മുകുന്ദന്റെ വീട് വരെ പോയിരുന്നു. അവളവിടെ മഞ്ജുവിനെ കണ്ട സാഹചര്യം അത്ര നല്ലതായിരുന്നില്ല മോനെ. എന്ത് മോശം സാഹചര്യത്തിലാ കുഞ്ഞാറ്റ മഞ്ജുവിനെ കണ്ടത്? അല്ല, അത് പിന്നെ ഞാനതെങ്ങനെ നിന്നോട് പറയാ? ഞാൻ ഫോൺ സ്പീക്കറിലിടാം, കുഞ്ഞാറ്റ സംസാരിക്കും. ഹലോ മോനെ ഗിരി. എന്താ കുഞ്ഞാറ്റ കണ്ടത്? അത് കേക്കണതിന് മുന്നേ മോന്റെ മനസ്സ് കല്ലാക്കണേ മോനെ. വളച്ചു കെട്ടാതെ കാര്യം പറഞ്ഞോണം. ഞാൻ മാലയിട്ടുണ്ടാ ചീത്ത പറയാത്തത്. അതായത് ഞാനേ മഞ്ജുവിനെ അറിയിക്കാതെയാണ് മുകുന്ദന്റെ വീട്ടിലേക്ക് പോയതേ. അപ്പോൾ അവിടെ മഞ്ജുവേ ഒരു ചെറുക്കനുമായിട്ട് ഭയങ്കര കളിയും ചിരിയും ഒക്കെ. ആണോ? സത്യമായിട്ടും അയ്യപ്പ സ്വാമിയാണ് സത്യം. ആ ചെക്കൻ ആരാണെന്ന് കുഞ്ഞാറ്റക്ക് അറിയാമോ? എനിക്കെങ്ങും അറിയില്ല. എന്നാൽ എനിക്കറിയാം, അത് അയ്യപ്പനാണ്. അമ്മയ്ക്ക് അവനെ അറിയില്ലേ? നമ്മുടെ റേഷൻ കട നടത്തുന്ന ശിവൻ ചേട്ടന്റെ മകനാ അയ്യപ്പൻ. അയ്യോ, ആ പാവം ചെക്കനാണോ? അവനെ കുറിച്ചാ കുഞ്ഞാറ്റ ഈ വൃത്തികേടൊക്കെ പറയുന്നത്. അവൻ അത്തരക്കാരനാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഇല്ല മോനെ. കുഞ്ഞാറ്റ ഇനി പറ, അവിടെ ചെന്നപ്പോ എന്താ കണ്ടത്? സത്യമായിട്ടും അവര് കളിച്ചും ചിരിച്ചും കോഴഞ്ഞും. സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. അങ്ങനെ സംഭവിച്ച ഇപ്രാവശ്യം ശബരിമലയ്ക്ക് പോണ്ടാന്ന് കരുതി ഞാൻ നേരെ ഒരു വരവ് വരും.